തോന്നുന്നു മലയാളത്തിൽ സുദീപാത്മികം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 പടങ്ങൾ 3 പടങ്ങൾ ചെയ്തെങ്കിലും സുദീപാത്മികത്തിൻ്റെ അത്രയും ക്യാരക്ടർ ഒരു രജിസ്റ്റർ ആയിട്ടില്ല ബാക്കിയുള്ളവർ. പക്ഷെ അത് ഈ ശിക്കാരി ശംഭു കവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ അനിത എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ ഇതുവരെ ആൾക്കാർ ഗേൾ നെക്സ്റ്റ് ഡോർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറായിരിക്കും തീർച്ചയായിട്ടും ഈ അനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് തോന്നുന്നു. പിന്നെ ശിക്കാരി ശംഭു ആസ് എ ഹോൾ ഇതൊരു ഫൺ റൈഡ് ആയിരിക്കും. ഇതിൽ ചിരിക്കാൻ ഒരുപാട് കാണും, സന്തോഷിക്കാനുള്ള നിമിഷങ്ങളുണ്ടാവും, സങ്കടപ്പെടാനുള്ള നിമിഷങ്ങളുണ്ടാവും, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും, റൊമാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് ആയിരിക്കും. സുഗീതേട്ടൻ, ചാക്കോച്ചൻ, നിഷാദിക്ക, ഇവരുടെ പാച്ചിക്ക മീൻസ് ഇവരൊക്കെ എല്ലാവരും ഒരു കൂട്ടുകെട്ടിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം ഓർഡിനറി, മധുരനാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രതീക്ഷ, ആൾക്കാരുടെ പ്രതീക്ഷ ഒരിക്കലും ഇത് ആൾക്കാരെ നിരാശപ്പെടുത്തില്ല എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയില്ല, എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അധികം പടങ്ങളൊന്നും ചെയ്യാണ്ട് തമിഴിൽ കൂടുതൽ സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്ക്രിപ്റ്റ്, ഈ ഒരു ക്യാരക്ടർ എന്നെ തേടി വരുന്നത്. ലുക്ക് വൈസ് ആയാലും ശരി, ഞാനിങ്ങനെ ഒരു വില്ലേജ് ബേസ് സബ്ജക്റ്റ് ഇതുവരെ മലയാളത്തിൽ ചെയ്തിട്ടില്ല. ലുക്ക് വൈസ് കണ്ടാലും അറിയാം, കറുപ്പിച്ച് ഞാൻ ആകെ കോലം കെട്ടിട്ടാണ് ഇരിക്കണത്. പിന്നെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ അനിത ഒരു ഇറച്ചി വെട്ടുകാരിയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫസ്റ്റ് ലുക്കിൽ പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിലുള്ള ഒരു ഇറച്ചിവെട്ടുകാരി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ആസ് എ ഹോൾ ആ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്തേക്കുന്ന വിധത്തിലും ഒരുപാട് വ്യത്യസ്തതയുണ്ട്. മുന്നേ ചെയ്ത പടങ്ങളൊന്നും പോലെയല്ല. ഇതിൽ നിങ്ങൾ വേറൊരു ശിവതേനെയായിരിക്കും കാണുക. ആക്ച്വലി അനീതിപ്രാവ് ഞാൻ ചെന്നൈയിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പകുതി സ്കൂളിംഗ് ആയി ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം കാണുന്ന സിനിമ അനീതിപ്രാവാണ്. ഞാൻ ഐ തിങ്ക് 5th or 6th എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ്. പക്ഷെ അപ്പം തൊട്ട് മനസ്സിൽ കൂടി നമ്മൾ പറയില്ല, എല്ലാവരും ഒരു ഹാർട്ട് ട്രോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു സിനിമ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ആങ്കറിങ് ചെയ്തിരുന്നു. ആങ്കറിങ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ചാക്കോച്ചനെയാണ്. അപ്പോഴും മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ നായികയാവും എന്നുള്ളത്, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചാക്കോച്ചനെ കണ്ടപ്പോൾ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ചാക്കോച്ചനെയാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലൊരാൾ ഇങ്ങനെ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിന്നിട്ട് ആളുടെ കൂടെ ഹീറോയിനായിട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ചാക്കോച്ചനെ കാണുന്ന വരെ. ഫസ്റ്റ് ദിവസം ഏതൊരു സെറ്റിൽ പോകുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇത് ഒരു ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി എനിക്ക്. പക്ഷേ എന്താ പറയുക, എല്ലാം നന്നായിട്ട് പോയെന്ന് തന്നെ പറയാം. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഒരു ഫണ്ണായിട്ടുള്ള ഒരു ആളാണ് ചാക്കോച്ചൻ. സോ ഞാൻ സുഗീതേട്ടനോട് ചോദിച്ചു. അപ്പോൾ സുഗീതേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ 2 പടങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ട്. നെടുഞ്ചാലയിൽ ഞാനൊരു ദാബ നടത്തുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ്. അതിൽ കുറച്ചിങ്ങനെ ഇതുപോലെ തന്നെ ടോൺ ഡൗൺ ചെയ്തിട്ട് ദാബയിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന് പറയില്ല, ആ ഒരു എന്താ റോനെസ് ഉണ്ടായിരുന്നു. അതേ കൺകൾ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. അതിൽ ഞാൻ നെഗറ്റീവായിട്ടാണ് പ്ലേ ചെയ്തത്. പക്ഷെ അതല്ല, ഈ 2 പടങ്ങളും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സുഗീതേട്ടന് കുറച്ച് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് എന്നെ വിളിച്ചതെന്നാണ് എൻ്റെ അടുത്ത് സുഗീതേട്ടൻ പറഞ്ഞത്. ഈ 2 മൂവിയും കൂടെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അനിത എന്നുള്ള ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഞാനല്ല. ശിവത എന്ന് പറയുന്നത് അതിൻ്റെ അയലക്കത്ത് പോലും എത്താത്തൊരു ക്യാരക്ടറാണ് അനിത. അപ്പോൾ ഞാൻ സുഗീതേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, സുഗീതേട്ടൻ എന്താ ഹോംവർക്ക് ചെയ്യേണ്ടത്? കാരണം ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്, കാരണം ഏതൊരു സിനിമ വന്നാലും ഒരു കഥാപാത്രം വന്നാലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് മെനക്കെടാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഒന്നും ചെയ്യണ്ട, ആ ക്യാരക്ടർ പഠിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് സ്പോട്ടിൽ വരുമ്പോൾ ഇത് ചെയ്താൽ മതി, നീ ബ്ലാങ്ക് ആയിട്ട് വന്നാൽ മതി. കാരണം ബ്ലാങ്ക് പേപ്പറിൽ എഴുതാനാണല്ലോ കൂടുതൽ സുഖം. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് എനിക്ക് ആദ്യത്തെ 1-2 ദിവസം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം ഇറച്ചി ഞാൻ ഇറച്ചി കഴിക്കത്തില്ല. ഞാൻ ബേസിക്കലി ഒരു പെസ്കറ്റേറിയൻ ആണ്. ഇപ്പം മീൻ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. സോ ബേസിക്കലി വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ഒട്ടും കഴിക്കാത്ത ഒരാൾ ഓൾ ഓഫ് എ സഡൻ വന്ന് വെട്ടുക എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റാതെ, അതെങ്ങനെ മീൻസ് പച്ചക്കറി അറിയാനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് എനിക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് ആ സ്മെല്ലും എല്ലാം കൂടെ ഒട്ടും പറ്റുണ്ടായില്ല. അപ്പോൾ സുഗീതേട്ടനെ കടിച്ചു പിടിച്ചങ്ങ് ചെയ്ത ശിവതാകുന്നു. എല്ലാവരും കൂടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് വെട്ടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ മറ്റേ മീറ്റ് മിൻസ് ചെയ്യത്തില്ലേ, അതുപോലെ ഞാൻ മിൻസ് ചെയ്ത് പോയിരുന്നു. അപ്പം എനിക്ക് തോന്നി ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ആയപ്പോഴത്തേക്കും അത് യൂസ്ഡായി. പിന്നെ ആയിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം എല്ലാം ആ ഒരു റഫ്നെസ്, അല്ലെങ്കിൽ ആ ഒരു അനിത എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആ ഒരു റോനെസ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരാനായിട്ട് ഒരു സ്ട്രഗിൾ എൻ്റെ രീതിക്കും ഉണ്ടായി. പിന്നെ അവർ കോസ്റ്റ്യൂം വൈസ് ആയാലും എൻ്റെ ലുക്ക് വൈസ് ആയാലും അത് കൊണ്ടുവരാനായിട്ട് സുഗീതേട്ടനും ടീമും മൊത്തത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയുന്നത്, ആദ്യമേ ഈ ഒട്ടക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്.
ത്രൂ ഔട്ട് ദി ഫിലിം ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല, കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളത് നമ്മൾ പറയില്ലേ തമിഴിൽ പറയുന്നത് ഗെത്തായിട്ടുള്ള ഇതാണ്, അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ഉള്ളത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അനിതയുടെ എന്ന് പറയാൻ വേണ്ടി. കുറച്ച് കൂടുതൽ സ്റ്റേ അവിടെയാണ്, കൂടുതൽ മൂവീസും തമിഴാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറച്ചുണ്ട്. അങ്ങനെ എനിക്ക് ഡിഫറൻസിയേഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഫസ്റ്റ് ഓഡിയൻസിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്നത് തമിഴിലാണ്. ആ തമിഴിലെ നെടുഞ്ചാലൈ മൂവി കണ്ടിട്ടാണ് രഞ്ജിത്ത് സാറ് വിളിക്കുന്നത്. പിന്നെ മലയാളത്തിൽ എൻ്റെ മദർ ടങ് മലയാളമാണ്, ഞാൻ മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് മലയാളി പ്രേക്ഷകർ എന്നെ അംഗീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിലും എനിക്ക് വരണം എന്നുള്ളൊരിതുണ്ടായത്. എനിക്ക് ഏതാ കൂടുതൽ കംഫർട്ടബിൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം രണ്ടും ഫീൽ അറ്റ് ഹോം ആണ്. കാരണം തമിഴും എനിക്ക് ഒരു വ്യത്യസ്തമായിട്ട് മീൻസ് ഒരു അന്യമായിട്ടുള്ളൊരു ലാംഗ്വേജ് അല്ല. കാരണം ഞാൻ ജനിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്, അതുപോലെ തന്നെ മലയാളം. അപ്പോൾ എനിക്ക് രണ്ടും ഡിഫറൻസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് രണ്ടിൻ്റെയും വർക്കിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ എനിക്ക് ഏറ്റവും സൗകര്യമായിട്ട് ഏറ്റവും സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് പടം എടുത്ത് തീർക്കുകയും ചെയ്യും, പെട്ടെന്ന് റിലീസും ചെയ്യും. തമിഴ് പക്ഷേ ഒരു രക്ഷയില്ല. എനിക്ക് വരുന്നതാണോ അതെയോ, എനിക്കൊണ്ട് മിക്ക ചിത്രങ്ങളും അങ്ങനെയാണ്. ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും പ്രോപ്പറായിട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത് അത് ഇത് വന്ന് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവർ നമ്മളെ കൊണ്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്രയും കാലം അവർ വെയിറ്റ് ചെയ്യും ആ ഒരു പടത്തിന് വേണ്ടിയിട്ട്. ആ ഒരു ഡിഫറൻസ് നല്ലതാണ്. എങ്കിലും പക്ഷേ ആ ഒരു ആർട്ടിസ്റ്റ് നല്ല നിലയിൽ നമുക്ക് കുറച്ചൊരു മീൻസ് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു ലുക്കിൽ തന്നെ ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളതേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടമുള്ള ലാംഗ്വേജാണ്, രണ്ടും അറിയാവുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. ആക്ച്വലി സുഗീതേട്ടൻ്റെ കൂടെ പണ്ട് മുതലേ ഉള്ളൊരു പരിചയമാണ്. പണ്ട് മുതൽ എന്ന് വെച്ചാൽ ഒരു ചുരുങ്ങിയത് ഒരു 6 കൊല്ലത്തിൻ്റെ ഒരു ഞങ്ങൾക്ക് അറിയായിരുന്നു. സുഗീതേട്ടനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ സുഗീതേട്ടൻ്റെ പടം ചെയ്യുന്ന ഒന്നൊരു ധാരണ ഉണ്ടായിരുന്നു. സുഗീതേട്ടൻ അതന്നെ പറയും, ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു നമ്മൾ ഇത്ര കാലമായിട്ട് പരിചയമായിട്ട് ഇപ്പോഴല്ലേ ഒരു പടം ചെയ്യുന്നതെന്ന്. സുഗീതേട്ടൻ ആസ് എ ഡയറക്ടർ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മൈന്യൂട്ടായിട്ടുണ്ടോ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഇവനൊരു കല്ല് പോലും പോയി നിന്നാൽ പോലും പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിപ്പിച്ചെടുക്കും. സുഗീതേട്ടനൊരു ടച്ച് പുള്ളിയുടെ വർക്കിലുണ്ടാവും. അതിപ്പോൾ പുള്ളിയുടെ പടങ്ങളെടുത്താലും ശരി ഭയങ്കര ഗ്രാമീണമായിട്ട് കുറേ പ്രകൃതി സൗന്ദര്യം ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം, നമുക്കൊരു സ്പേസ് തരും സുഗീതേട്ടൻ. ഒരു ക്യാരക്ടർ അതെന്താ സീൻ എന്നുള്ളത് പറഞ്ഞു തരും, നമുക്കൊരു സ്പേസ് തരും. നമ്മൾ ചെയ്തത് ശരിയായില്ലെങ്കിൽ ശ്വേത കുറച്ചുകൂടെ ഒന്ന് ചെയ്യൂ, എന്നിട്ട് സുഗീതേട്ടൻ കാണിച്ചു തരും ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ചെയ്യണം, ഒരു ബെറ്റർമെൻറ്റ് ചെയ്യണം, ഇത് ശരിയായില്ല എന്നുള്ളത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നന്നായാൽ ഇത്രയും കൂടുതൽ അപ്രിസിയേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ആ നന്നായി എന്നൊക്കെ പറയുമെങ്കിൽ ഇത് തിരിച്ചും നമ്മൾ അത് ഗംഭീരമായിട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. ഓക്കെ ഞാൻ ചെയ്ത് കുറച്ച് നമ്മൾ അങ്ങനെ പുറത്ത് കാണിക്കില്ലെങ്കിലും ഉള്ളിലൊരു ചെറിയൊരു സന്തോഷം ഉണ്ടാവും. ഓക്കെ ഞാനാ ചെയ്തത് ഓക്കെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഇത്. അതേസമയം മോശമായി കഴിഞ്ഞാൽ അങ്ങനെ വഴക്ക് പറയത്തില്ല, പക്ഷെ നമ്മളിൽ നിന്ന് അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ക മോഡേൺ ആയിട്ട് ഇപ്പം ഞാൻ ചാണക്യതന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്യുന്നുണ്ട് കണ്ണൻ സാറിൻ്റെ. അതിൽ ഉണ്ണിയാണ് പേരായിട്ട്, ഞാനൊരു കമ്പനിയുടെ CEO ആയിട്ടാണ്. അതിൽ പക്ക മോഡേൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ഹെഡായിട്ട് അങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് മലയാളത്തിൽ. പിന്നെ തമിഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറവാക്കാലം എന്ന് പറഞ്ഞ മൂവി, അതിൽ എന്നെ കംപ്ലീറ്റ്ലി മോഡേൺ ആയിട്ട് കാണാം. മോഡേൺ ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് മിനി സ്കേർട്ടോ അല്ലെങ്കിൽ മൈക്രോ സ്കേർട്ടോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ഒരു മോഡേൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു മൂവിയൊക്കെ ചെയ്ത ഒരു ആക്ട്രസ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തന്നെയാണ്. അപ്പോൾ ഹെയർ ഒക്കെ കളർ ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിൽ എന്നോട് പ്രേക്ഷകരാരും കണ്ടിട്ടുണ്ടാവില്ല. സോ തമിഴിൽ ഇപ്പോൾ ഇറവാക്കാലം റിലീസായ ശിവത എങ്ങനെ മോഡേൺ ആയിട്ടിരുന്ന എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ ഒരു ഇത് ബ്രേക്ക് ആവുമെന്ന് തോന്നുന്നു. നമ്മൾ വിളിക്കുന്നിടത്ത് നമ്മളപ്പോൾ പോയ പോലെ എനിക്ക് കൂടുതൽ ഓട്ടമാണ്. ഞാനങ്ങനെ ഒളിച്ച് നടക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. കൂടുതൽ സമയം ചെന്നൈയിലാണ് സെറ്റിൽഡ്. അപ്പോൾ തമിഴിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 മാസങ്ങളല്ല, അത് 1 കൊല്ലവും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗെറ്റപ്പിലിരിക്കുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ഒരു 6 months ബാക്ക് നോക്കുവാണെങ്കിൽ ഞാൻ ഫുള്ള് ഹെയർ കളർ ചെയ്തിട്ടായിരുന്നു ഒരു തമിഴ് മൂവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറയും നമ്മളടുത്ത് ഓക്കെ ഈ ഒരു ടൈമിൽ കുറച്ച് പോസ്റ്റിങ്ങും മീൻസ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യില്ല അല്ലെങ്കിൽ വീഡിയോസ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ നമ്മളത് മാക്സിമം ശ്രമിക്കും. പിന്നെ ഞാനും ബേസിക്കലി ഈ സോഷ്യൽ മീഡിയയോട് വലിയ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാനും കുറച്ച് പിന്നാക്കം വലിയ എനിക്ക് കുറച്ചത് പോസിറ്റീവാണ്. സോ അങ്ങനെ ആയി പോണതാണ്, അല്ലാണ്ട് മനഃപൂർവ്വം വിചാരിക്കുന്നതല്ല. എന്നാലും ഞാൻ മാക്സിമം വേദികളിൽ പങ്കെടുക്കാനായിട്ട് നോക്കാറുണ്ട്.